മുത്തശ്ശിയുടെ കാറ്ററിങ്ങിനൊക്കെ ഉണ്ടാക്കണ നമ്മുടെ കല്യാണ സദ്യയിലെ ഒരു കുറുക്ക് കാളന്റെ റെസിപ്പി കണ്ടാലോ? ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക, അതിലേക്ക് നേന്ത്രക്കായ, ചേന, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതിന് കഷ്ണത്തിന് പാകത്തിന് ഒപ്പം നിൽക്കണം കേട്ടോ. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് വേവണം. ഇനിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കാളൻ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ? കാളുക എന്ന് പറഞ്ഞാൽ കട്ടിയാവുക എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ കട്ടിയുള്ളതാണല്ലോ കാളൻ, അങ്ങനെയാണ് കാളൻ എന്നുള്ള പേര് വന്നത്. വെള്ളം മുഴുവൻ വറ്റിയതിനു ശേഷം കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് തൈര് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഈ തൈരിൽ കിടന്നിട്ട് കഷ്ണങ്ങളെല്ലാം കുറച്ച് നേരം കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട് കേട്ടോ. ചേനയും കായൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം വേവ് ഉണ്ടല്ലോ. അങ്ങനെ കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ നല്ല വെണ്ണയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതാണ് ഇതിന്റെ ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. സംഭവം എളുപ്പമാണ്. ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു സദ്യ പൊടിക്കൈയാണ് കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സദ്യ സ്റ്റൈൽ കാളൻ റെഡി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലാസ് ടീ പോട്ട് കണ്ടാലോ? നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് നോർമലി ഇതിൽ എന്തും കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പാല് തിളപ്പിക്കാം, കാപ്പി ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം. ഗ്ലാസ് പൊട്ടൊന്നും ഇല്ല കേട്ടോ. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം.